നമ്മളെങ്ങോട്ടായി പോകുന്നതെന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? നമ്മൾ നേരെ എവിടെയാണ് പോകുന്നത്? പീഡിയാട്രീഷ്യൻ ഡോക്ടറെ കാണാൻ പോകുന്നത്. ഇവിടെ ഒരുത്തിരി ചുമയും ജലദോഷം തുടങ്ങിയിട്ട് 2-3 ദിവസമായി. ചുമയുണ്ട്, ജലദോഷം, പനിയായിട്ടൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഒന്ന് ഡോക്ടറെ കാണിക്കണം. ഇനി പെട്ടെന്ന് ഇൻഫെക്ഷൻ വരും. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക ശമ്പളം വരാൻ കാത്തിരിക്കും, അപ്പോഴേ ആശുപത്രി കയറണമല്ലോ എന്ന് വിചാരിച്ചിങ്ങനെ ഇരിക്കുക. എൻ്റെ തൊണ്ടയൊക്കെ അടച്ചത് സൗണ്ട് കേൾക്കുമ്പോൾ അറിയാലോ. അവൻ കൊണ്ടുവരും, നമുക്ക് രണ്ടുപേർക്ക് പിന്നെ ഇടാവും. അങ്ങനെയാണ് ഇവിടുത്തെ പതിവ്. അപ്പം എൻ്റെ സൗണ്ടൊക്കെ അടച്ചു. ഇന്നത്തേക്ക് എനിക്കറിയാം കിടപ്പാവും ഗൈസ്. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഹലോ ഗായ്സ്, അപ്പോൾ ഒരുത്തൻ ആശുപത്രി കൊണ്ടുപോയിട്ട് വന്നു. അത് നല്ല ചുമയുണ്ട്. അവൻ കൊണ്ടുവന്നിട്ട് ഇപ്പോൾ അടുത്ത് എനിക്കായിട്ടുണ്ട്. എനിക്കിന്ന് ഉച്ചയോട്ടേ വയ്യ. നാളത്തേക്ക് എനിക്കന്ന് ഞാൻ കിടപ്പാവും ഗൈസ്. അപ്പോൾ എനിക്ക് തലവേദനയും ജലദോഷമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. മൂക്കൊക്കെ അടച്ചിരിക്കണം. നാളത്തേക്ക് പനിയാവും മിക്കവാറും. ഇന്ന് പിന്നെ ഭരണ വഴിക്കാനങ്ങ് ഇപ്പോൾ ആ സാധനം കൂടെ അങ്ങ് വാങ്ങി. ഈ മാസം വലുതായിട്ട് സാധനങ്ങളൊന്നും വാങ്ങിക്കാനില്ലെങ്കിലും ഓണമൊക്കെ അല്ലേ, 2 പായസം മിക്സെങ്കിലും വാങ്ങിക്കാൻ വിചാരിച്ചു. മുളകും വലിയ സാധനം വാങ്ങിയപ്പൊന്നുമില്ല, കാരണം ഇല്ലായിരിക്കും. നമ്മളിവിടെ ഓണം ഗോതമ്പ് പായസത്തിൻ്റെ മിക്സ് ബൈ 1 ഗെറ്റ് 1 ഉണ്ട്. പിന്നെ അതങ്ങ് വാങ്ങിച്ചു. അമ്മയ്ക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇത് ബൈ 1 ഗെറ്റ് 1 തന്നെയാണ്. അങ്ങനെ അതും വാങ്ങി. പിന്നെ സോയാ ചങ്ക്സും എപ്പിയും വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമേ ഇത്തവണ വാങ്ങിച്ചുള്ളൂ. വളരെ സാധനങ്ങൾ കുറച്ചാണെങ്കിലും വിലയ്ക്ക് കുറവൊന്നും വന്നിട്ടില്ല ഗൈസ്. അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ട് നമ്മൾ നേരെ വീട്ടിൽ വന്നു കേട്ടോ.